my dear students. അപ്പം ഫ്രാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം ക്വസ്റ്റ്യന് നമുക്ക് പേജ് നമ്പർ 32 വരുന്ന ക്വസ്റ്റ്യന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. An iron block weight of 15 such blocks, an iron block weight 1/4 kilogram. What is weight of 15 such blocks? What about 16 blocks? അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? An iron block weight 1/4 kilogram. ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്. 1/4 കിലോഗ്രാം എന്നുള്ളത് ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 15 സച്ച് ബ്ലോക്സ്. 15 ഇതുപോലെയുള്ള അയൺ ബ്ലോക്ക് നമുക്ക് പറഞ്ഞല്ലോ 1/4 കിലോഗ്രാം വെയിറ്റിലുള്ള 15 അയൺ ബ്ലോക്കിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ്. ദെൻ സെക്കൻഡ്, വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്. സിമ്പിൾ ആണ് ചെയ്യാനല്ലേ? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് ഓഫ് വൺ അയൺ ബ്ലോക്ക് അല്ലേ? അയൺ ബ്ലോക്ക് അല്ലേ പറഞ്ഞിട്ടുള്ള അയൺ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു 1/4 കിലോഗ്രാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 15 സച്ച് ബ്ലോക്സ്. അപ്പം ടോട്ടൽ വെയിറ്റ് 15 ബ്ലോക്സിൻ്റെ അല്ലേ നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് 16 ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് 15 അയൺ ബ്ലോക്ക് is equal to എത്രയുണ്ട്? 15 ആണ് നമ്പർ എന്ന് പറയുന്നത്. 15 ബ്ലോക്സ് വേണം. 15 ബ്ലോക്സിൽ ഈച്ച് ബ്ലോക്കിന്റെ ഓരോ ബ്ലോക്കിന്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 1/4 ആണ് അല്ലേ? അപ്പം 1/4 കൊണ്ട് വേണം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ അല്ലേ? 15 × 1/4 എന്ന് ചെയ്താല് ആൻസർ എന്താണ് വരുന്നത്? 15/4 എന്ന് നമുക്ക് ആൻസർ വരും. ഇങ്ങനെയെല്ലാം നമുക്ക് എഴുതേണ്ടത് എങ്ങനെ എഴുതണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫ്രാക്ഷനില് ന്യൂമറേറ്റർ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പർ ഡിനോമിനേറ്ററും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് പറയും. ഓക്കെ അല്ലേ? നിങ്ങൾ പിന്നെ പഠിക്കൂട്ടോ. നല്ല ഒന്ന് പറഞ്ഞിടുകയാണ്. ഇംപ്രോപ്പർ ആണെന്ന് പറയും. സാധാരണ നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ 1/4 എന്നൊക്കെ ഉള്ളത് അതിലെങ്ങനെയാ വന്നിട്ടുള്ളത്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ്. ഡിനോമിനേറ്റർ ആണ് ഇതിൽ ഏറ്റവും വലുത് അല്ലേ? ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. സ്മോൾ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. അങ്ങനെയുള്ള ഫ്രാക്ഷന് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയാം. ഇങ്ങനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അതല്ല ന്യൂമറേറ്റർ ആണ് ലാർജസ്റ്റ് നമ്പർ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയും. ഇനി ഇതും അല്ല, നമ്മൾ അതിങ്ങനെയൊന്നും അല്ലാതെയാണ് നമ്മൾ അതിനെ മാറ്റുന്നത്. ഏതൊക്കെ മാറ്റും? മിക്സ്ഡ് ഫ്രാക്ഷൻക്കാണ് മാറ്റുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻക്ക് മാറ്റുന്നതാണ് എങ്ങനെയാ? നമ്മൾ ഇതുവരെയൊക്കെ ചെയ്തല്ലോ 15/4 എന്ന് ചെയ്യുമ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള 15/4 എന്നാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യല്? 15
ഡിവൈഡഡ് ബൈ 4. 15 4 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ വരിക? 15 എത്ര ടൈംസ് ആണ് 4? 3 ടൈംസ് ആണ്. 3 into 4 12 എന്ന് കിട്ടി. 12 അപ്പൊ മൈനസ് ചെയ്താല് 3 എന്ന് വരും അല്ലേ? അപ്പം ഈ 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അല്ലേ? 3 റിമൈൻഡർ ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ആൻസർ എന്താണ്? ഇവിടെ എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് 3. ദെൻ ഡിവൈസർ അഥവാ നമുക്ക് ഏത് നമ്പറിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതാണ് ഡിവൈസർ. ആ നമ്പറിനെയാണ് നമുക്ക് നോക്കണം. ആ നമ്പറിനെ നമുക്ക് എവിടെ എഴുതണം? ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതണം. ഇനി അതിന്റെ ന്യൂമറേറ്ററിൽ ആരെയാണ് എഴുതുക? റിമൈൻഡർ എന്താണോ വന്നിട്ടുള്ളത്, റിമൈൻഡർ എത്രയാണോ അതാണ് അതിന്റെ ന്യൂമറേറ്റർ. അപ്പൊ എങ്ങനെ വരാം? 3 3/4 എന്നാണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്? 16 ബ്ലോക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പം ഇതുപോലെ തന്നെ ഏതിനും ചെയ്യണം. 16 ബ്ലോക്സ് ആണെങ്കിലും ചെയ്യണം അല്ലെ? വെയിറ്റ് ഓഫ് 16 iron blocks. ഓക്കെ. അപ്പൊ 16 ബ്ലോക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ 15 ആയപ്പോ 15 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 16 ആവുമ്പോ 16 into 1/4 is equal to 16/4 എന്ന് വന്നു അല്ലെ? 16/4 എന്താണ്? നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പം നമുക്ക് ഇവിടെ തന്നെ ചെയ്തു നോക്കാം. divided by 4. 16 divided by 4 സിമ്പിൾ ആണ് ചെയ്യാൻ. 16 എത്ര ടൈംസ് ആണ് 4? എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. Then 4 into 4 is equal to 16. മൈനസ് ചെയ്താല് 0. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന് എന്താ ആൻസർ വന്നു? അപ്പൊ ഇതിന് റിമൈൻഡർ ഇല്ല, അതുകൊണ്ട് ഇത് എന്താവില്ല? മിക്സ്ഡ് ഫ്രാക്ഷനിലല്ല നമുക്ക് കിട്ടുക. ജസ്റ്റ് എന്ത് മാത്രമേ ഒരു കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? 4 എന്ന് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്, അപ്പൊ ഏജില് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത് 2 meter ഈസ് കട്ട് ഇൻ ടു 5 equal pieces. ഫസ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്? Then second question, what is the total length of 4 such pieces? Third question, what about 10 such pieces? ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ചെയ്യാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ? ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത്, അയൺ റോഡ്സിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. 2 meter ആണ് ലെങ്ത്. ഈ 2 meterലുള്ള അയൺ റോഡ്സിനെ നമുക്ക് 5 equal പാർട്സ് ഈക്വൽ ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? 5 equal pieces ആക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പം അതില് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 5 pieces ആക്കുമ്പോൾ ഓരോ പീസും എത്രയാണ് വരിക എന്നുള്ളത് അത് നമുക്കറിയാലോ. കാൽക്കുലേറ്റ് ചെയ്യാന് അറിയില്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. Then second question, what is the length of 4 such pieces? ഇതുപോലെയുള്ള 4 പീസസിന് എടുത്താല് എത്രയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ 5 ആക്കിയിട്ട് കട്ട് ചെയ്തല്ലോ, അതില് 4 പീസസിന്റെ ലെങ്ത് എത്ര, ടോട്ടൽ ലെങ്ത് എത്രയാണ് എന്നുള്ളത്. ഈ വാട്ട് അബൌട്ട് 10 such pieces? ഇതുപോലെയുള്ള 10 പീസസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഇല്ലേ, ആ പീസിനെ പോലെയുള്ള 10 പീസസ് വെച്ചാൽ അതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും എന്നുള്ളതും നമുക്കറിയണം. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? വരുന്നത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ്, ഫസ്റ്റ് നമുക്ക് എന്താ അറിയണം? നമ്മുടെ അയൺ റോഡിന്റെ ലെങ്ത് നമുക്ക് എഴുതാം അല്ലെ? ലെങ്ത് ഓഫ് അയൺ റോഡ് അല്ലേ പറഞ്ഞിട്ടുള്ളത്?
റോഡ്സ് ഈക്വൽ ടു 2 മീറ്റർ. 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനിയുള്ള 5 ഈക്വൽ പാർട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിട്ട് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. ലെങ്ത് ഓഫ് ഈച്ച് പീസ് അല്ലേ? ലെങ്ത് ഓഫ് each piece is equal to എങ്ങനെയാ വരിക? 2 മീറ്ററിലാണ് ഉള്ളത്. ഈ 2 മീറ്ററിലുള്ളതിനെ നമുക്ക് എങ്ങനെ പീസ് ആക്കണം എന്ന് പറയുന്നത് 5 ഈക്വൽ പാർട്സ് 5 ഈക്വൽ പീസ് ആക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 മീറ്ററിലുള്ള ഒരു അയൺ റോഡാണ് ഇതെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് 5 ഈക്വൽ പീസസ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 5 ആയിട്ട് കട്ട് ചെയ്യണം അല്ലേ? 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണം അല്ലേ? അപ്പം ആ കട്ട് ചെയ്യാന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? 2 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇപ്പൊ നോക്കുക കേട്ടോ. 2/5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അതിൽ അത്ര മതി ഫസ്റ്റത്തെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ലെങ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് 4 such pieces. സെക്കൻഡ് ക്വസ്റ്റ്യന് ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ആണ് അല്ലേ? 4 പീസസിന്റെ അല്ലേ അറിയേണ്ടത്? ഒരു പീസ് എന്ന് പറയുന്നത് 2/5 ആണെന്ന് അറിയാം. അപ്പം 2/5ലുള്ള 4 പീസസിന്റെ ടോട്ടലാണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാൻ മതി? 4 × 2/5 എന്ന് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ 4 × 2 എന്ന് പറയുന്നത് 4 × 2/5 എന്നല്ലേ ചെയ്യേണ്ടത്? ഇതിന് ആൻസർ നമുക്ക് എന്താണ് കിട്ടുക? 8/5 എന്ന് കിട്ടും. 8/5 എന്ന് നമുക്ക് ആൻസർ വരും അല്ലേ? ഉണ്ടാക്കിയിട്ട് ചെയ്യാവേ. 4 × 2/5 എന്ന് പറയുന്നത് 8/5 എന്ന് കിട്ടും. ഈ 8/5 നമ്മൾ എങ്ങനെ മാറ്റിയിട്ട് എഴുതണം? മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കണം അല്ലേ? എല്ലാത്തിനും മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കാൻ എന്ത് ചെയ്യണം? 8 ഡിവൈഡഡ് ബൈ 5. 8ല് എത്ര ടൈംസ് ആണ് 5 ഉള്ളത്? ഒരു ടൈംസ് ആണ്, 1 ടൈംസ് ആണുള്ളത്. അപ്പോൾ 1 × 5 5. ദെൻ മൈനസ് ചെയ്ത 3 റിമൈൻഡർ വരും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതണം? ഇനിയാണ് മാറ്റിയിട്ട് എഴുതുന്നത്. നമുക്ക് എന്താണോ ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് അത് വേണം ആദ്യം എഴുതാന്. ദെൻ നെക്സ്റ്റ് എന്ത് നോക്കണം? റിമൈൻഡർ 3 ആണ്. റിമൈൻഡറിനെ വേണം പിന്നെ ന്യൂമറേറ്റർ ആക്കിയിട്ട് എഴുതാന്. റിമൈൻഡർ എഴുതിയിട്ടുള്ളതിന്റെ ഡിനോമിനേറ്റർ ആക്കിയിട്ട് ആര് എഴുതണം? ഏതാണോ നമ്മൾ ഡിവൈസർ അല്ലെങ്കിൽ നമുക്ക് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പർ അല്ലേ? ഇതാണ് ഡിവൈസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് 5 ആണ്. ദെൻ 1 3/5 എന്ന് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്തു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെയുള്ള 10 പീസസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലേ? വാട്ട് അബൌട്ട് 10 such pieces? എന്താ അറിയണം? ടോട്ടൽ ലെങ്ത് ഓഫ് 10 pieces. അല്ലേ? 10 പീസസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. ഇപ്പൊ ചെയ്തിന്റെ അതുപോലെ തന്നെ എന്ത് മാത്രം മാറ്റണുള്ളൂ? 10 മാത്രമേ മാറ്റുന്നു. ഇവിടെ നമുക്ക് ഇവിടെ 4 ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പൊ 10 ഉണ്ടെന്നേ ഉള്ളൂ. 10 × 2/5. ആൻസർ എന്താ വരുന്നത്? ആൻസർ എന്താ വരിക? 10 × 2 ആണ് ചെയ്യേണ്ടത് അല്ലേ? 10 × 2/5 എന്ന് ചെയ്യണം. അപ്പൊ ആൻസർ എന്താ വരിക? 20/5 എന്ന് വരും. അല്ലോ? ഇനി എന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 20ൽ എത്ര ടൈംസ് ആണ് 5? 4 ടൈംസ് ആണ് അല്ലെ? 4 × 5 20.
മൈനസ് ചെയ്താൽ 0 എന്ന ആൻസർ കിട്ടി. നമുക്ക് അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസർ എന്താ? റിമൈൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 മീറ്റർ എന്നുള്ളതാണ് അല്ലെ. 4 മീറ്റർ എന്നുള്ളതാണ്. ഇവിടെ ഒക്കെ മീറ്റർ എന്നുള്ളത് ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് ക്വസ്റ്റ്യന്റെയും ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓരോന്നും സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. There are some cans each containing 5 liters of milk. The milk in each vessel is used to fill 6 identical bottles. How much milk is there in each bottle? How much milk in 3 such bottles? Then third question, in 12 bottles. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. There are some cans each contain 5 liters of milk. കുറച്ച് ക്യാനുകൾ ഉണ്ട്. ഈ ഓരോ ക്യാനിലും 5 liters of milk ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പം കുറച്ച് ക്യാനുകൾ ഉണ്ട്. എത്രയാന്ന് നമുക്കറിയില്ല. ഈ ഓരോ ക്യാനിലും 5 liters മിൽക്ക് ആണ് ഉള്ളത്. 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോന്നിലും എന്തുണ്ട്? ഓരോ ക്യാനിലും 5 liters മിൽക്ക് ആണ് ഉള്ളത്. ഇനി ഇതിലെ ഒരു ക്യാന്, അപ്പൊ 5 ലിറ്ററിലുള്ള ഒരു ക്യാനിലുള്ള മിൽക്ക് തന്നെ ഒരുപോലെയുള്ള എന്നിട്ട് വെച്ചാൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ബോട്ടിൽസിൽ 6 ഐഡന്റിക്കൽ ബോട്ടില് ഫിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 5 ലിറ്റർ കൊണ്ട് 6 ഐഡന്റിക്കൽ ബോട്ടില് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? How much milk is there in each bottle? അപ്പോൾ ഇതിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട്, ഇതിൽ ഒരു ക്യാൻ എടുത്തിട്ട് ആ ക്യാനിലുള്ള മിൽക്കിനെ എന്ന് വെച്ചാൽ 5 ലിറ്റർ ഓഫ് മിൽക്കിനെ നമ്മൾ 6 ബോട്ടിൽസിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 6 ബോട്ടിൽസിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഈ ഓരോ ബോട്ടിലും എത്രയാണ് മിൽക്ക് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം അതെങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആണ്. നമ്മളിവിടെ ഒരു ക്യാനിലുള്ളതിന്റെ കാര്യം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു ക്യാനില് 5 ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ട്. ഈ 5 ലിറ്റർ ഓഫ് മിൽക്കിനെയാണ് നമ്മൾ 6 ബോട്ടിലാക്കുന്നത് അല്ലെ. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5/6. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ആൻസർ നമുക്ക് കിട്ടി 5/6 എന്നാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൗ മച്ച് മിൽക്ക് ഇൻ 3 സച്ച് ബോട്ടിൽസ്? അപ്പം ടോട്ടൽ മിൽക്ക് ഓഫ് 3 ബോട്ടിൽസ്. 3 ബോട്ടിൽസിന്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? 3 ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു ഒരു ബോട്ടിൽ എത്രയാണ്? 5/6 ആണെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 5/6 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ഇതിൽ ആൻസർ വരിക? 3 ഇൻറ്റു 5/6 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 15 എന്നാണ്, /6 എന്ന് വരും അല്ലെ. ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ ഡിവൈഡ് ചെയ്യാം അല്ലെ. 15 ഡിവൈഡഡ് ബൈ 6 എന്ന് ചെയ്യണം. 15ൽ എത്ര ടൈംസ് ആണ് 6 ഉള്ളത്? എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. അപ്പൊ 2 ഇൻറ്റു 6 12 മൈനസ് ചെയ്താൽ 3 എന്നുള്ള റിമൈൻഡർ വരും. ഓക്കെ അല്ലേ? അപ്പം 2 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. റിമൈൻഡർ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈസർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അതിനെ എങ്ങനെ മാറ്റി എഴുതണം? ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിരിക്കും ചെയ്യാനല്ലേ. 2 എന്നുള്ള ആൻസർ നമ്മൾ ആദ്യം എഴുതും. ദെൻ നെക്സ്റ്റ് റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. 3 ആണ് റിമൈൻഡറിന്റെ താഴെ അല്ലെ
റിമൈൻഡർ ആണ് നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ ആക്കിയിട്ട് എഴുതാനുള്ള. അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിവൈസർ ആണ്. ഡിവൈസർ എന്ന് പറയുന്നത് 6. ഓക്കെ അല്ലേ? 2 3/6 എന്ന് വരും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 12 ബോട്ടിൽസ് എന്നാണെന്നുണ്ടെങ്കിൽ 12 ബോട്ടിൽസിലാണെന്നുണ്ടെങ്കിൽ 12 ബോട്ടിൽസ് 12 ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? അപ്പം 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12 into 5/6 എന്ന് വരും. 5/6. എന്താ ആൻസർ കിട്ടുക? 12 into 5 എന്ന് പറയുന്നത് 60 ആണ് കേട്ടോ. നമ്മൾ ഒന്ന് ചെയ്ത് നോക്കണേ. 60/6 എന്ന് നമുക്ക് ആൻസർ വരും. 60/6 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ അല്ലേ ഡിവൈഡ് ചെയ്യാനായിട്ട്. 60/6. എന്താ ആൻസർ വരിക? 16 എത്ര ടൈംസ് ആണ് 6? 10 ടൈംസ്. സിമ്പിൾ ആണ്. 10 into 6 എന്ന് പറയുന്നത് 60 ആണ്. മൈനസ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആൻസർ റിമൈൻഡർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട കേട്ടോ. അപ്പൊ എന്താ ആൻസർ വരുന്നത്? 10 എന്നുള്ള ആൻസർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇല്ല. റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫ്രാക്ഷനിൽ എഴുതണമെന്ന് ഇല്ല. ഫ്രാക്ഷൻ എഴുതാനുണ്ടാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇനി നമുക്ക് വേറൊരു പാർട്ടും കൂടെ ഇതിൽ പറയാനുണ്ട്. അതെന്ന് പറയുന്നത് പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പാർട്ട് എന്നുള്ളതാണ്. പാർട്ട് ഓഫ് പാർട്ട്. സുഹാന ഹാസ് എ 1 liter. അപ്പൊ അതിൽ നമുക്ക് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ പറയണത്. ശ്രദ്ധിക്കണം കേട്ടോ. പേജ് നമ്പർ 33 പാർട്ട് ഓഫ് പാർട്ട്. അപ്പൊ പാർട്ട് ആക്കിയതിനെ പിന്നെ നമുക്ക് പാർട്ട് ആക്കാനാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? ആദ്യം പാർട്ട് ചെയ്യണം, പാർട്ട് ആക്കണം, എന്നുവെച്ചാൽ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്തതിനെ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ടാവുക. അപ്പം സുഹ്ര, അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സുഹ്ര ഹാസ് എ 1 meter long silk ribbon. She gave half of it to Soumya. Okay. She in turn gave half of this to Reena. What is the length of the piece Reena got? അപ്പൊ എന്താണ്? സുഹ്റാന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു? 1 meter ലോങ്ങിലുള്ള ഒരു സിൽക്ക് റിബൺ ഉണ്ട് അല്ലെ? അപ്പം 1 മീറ്ററിലുള്ള സിൽക്ക് റിബൺ ആണ് ഉള്ളത് കേട്ടാ. അപ്പം ഫസ്റ്റ് ഇതൊരു റിബൺ ആണെന്ന് വെക്കുക. ഇതാണ് റിബണ്. അപ്പം ഇങ്ങനെ ഒരു റിബണ് 1 മീറ്ററിലുള്ള ഒരു റിബണ് ആരെ കയ്യിലാണുള്ളത്? ഇത് 1 മീറ്ററിലുള്ള റിബൺ ആണ്. സുഹ്റന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലെ? സുഹ്റന്റെ കയ്യില് ഇങ്ങനൊരു 1 മീറ്റർ ഉണ്ടായിരുന്നു. സുഹ്റ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈക്വൽ പാർട്സ് ആക്കണം അല്ലെ? അപ്പം ഈക്വൽ ആക്കിയിട്ട് ഹാഫ് ആക്കിയിട്ട് അല്ലെ? സുഹ്റ എന്ത് ചെയ്തു? ഇതിനെ ഹാഫ് ആക്കി. അപ്പം ഹാഫ് ആക്കുകയാണ്. ഹാഫ് ആക്കി. ഈ ഹാഫ് ബാക്കി ഹാഫ് പാർട്ട് ആർക്കാ കൊടുത്തത്? സൗമ്യക്ക് കൊടുത്തു. അപ്പം ഹാഫ് എന്ന് പറഞ്ഞാല് 1നെ എന്തുകൊണ്ടാണ് ഇത് ഹാഫ് ആക്കാന്ന് പറഞ്ഞാൽ ഹാഫ് നമുക്ക് അറിയാലോ 1/2 ആണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? 1 മീറ്റർ ആണുള്ളത്. ഇതിനിപ്പോ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? 2 പാർട്സ് ആണ് ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പം 1/2 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പം ഇതിലിപ്പോ ഓരോ പാർട്ടും എത്രയായി? ഈ 1/2 ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? സൗമ്യക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സൗമ്യ എന്താ ചെയ്യണത്? സൗമ്യക്ക് കിട്ടിയിട്ടുള്ള ഹാഫിനെ പിന്നെയും എന്ത് ചെയ്യണ? ഹാഫ് ആക്കാണ്. ആണല്ലോ. അപ്പം ഈ ഹാഫിനെ വീണ്ടും ഹാഫ് ആക്കിയാൽ എന്തായിരിക്കും വരിക വെച്ചാല് നമ്മള് ചെയ്തതിനെ പകുതിയാക്കി, അതിനെ വീണ്ടും പകുതിയാക്കണം. അപ്പം ഇതിന്റെ എത്ര പാർട്ടാണ്? ഹാഫിന്റെ വീണ്ടും ഹാഫാണ് വരുന്നത് അല്ലെ? ഹാഫിന്റെ വീണ്ടും ഹാഫ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 1/2 അല്ല. അപ്പം എങ്ങനെ വരും വെച്ചാൽ ഈ 1 മീറ്ററിനെ തന്നെ ഇതെന്ന് പറയുന്നത് 4 പാർട്ടാക്കിയതിൽ ഒരു പാർട്ടാണല്ലോ അല്ലെ? അപ്പൊ എന്താണ്? ഹാഫിന്റെ ഹാഫ് എന്ന് പറയുന്നത് 1/4 ആണ്, ക്വാർട്ടർ ആണ്.
അല്ലേ? അപ്പം ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ വരിക? 1/4 എന്നുള്ള ആൻസർ വരും. ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 1/2 ഡിവൈഡ് ചെയ്യുന്നത്. 1/2 വീണ്ടും 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം ഇതെങ്ങനെയാ വരിക? ഫ്രാക്ഷനും കൂടെ വന്നു അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് 1/2 ഇൻറ്റു വീണ്ടും ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനല്ലേ വന്നപ്പോൾ താഴെയാണ് ആ 2 വരിക കേട്ടോ. അത് അങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. നമുക്ക് എത്തിയിട്ടില്ല. ഇപ്പം 1/4 എന്നാണ് വരിക. എന്ന് വെച്ചാൽ ഹാഫിന്റെ ഹാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഹാഫിന്റെ ഹാഫ് എന്ന് പറയുന്നത് ക്വാർട്ടർ ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ? അപ്പം ഇതെന്ത് വന്നു? ആൻസർ എന്താ വന്നത്? 1/4 ആണ്. ഇത് ഓരോന്നും എന്തെന്ന് വരും? 1/4 ആണെന്ന് വരും. ഒക്കെയാണല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ പാർട്ടാക്കിയിട്ട് പിന്നെ അതിനെ പാർട്ടാക്കണേനെയാണ് നമ്മൾ പാർട്ട് ഓഫ് പാർട്ടിൽ പറയണത് കേട്ടോ. Okay, then a meter is cut into 3 equal pieces. അതുപോലെ തന്നെയുള്ള ഒരു മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? 3 equal പീസസ് ആക്കാണ്. Then each piece is എന്തായിരിക്കും ഉണ്ടാവുക? ഈ ഓരോ പീസും എത്രയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇത് നമുക്കറിയാം 2 പീസാണ് ആക്കാനുള്ളതുകൊണ്ട് തന്നെ ഹാഫ് ആയിരിക്കും വരിക. ഇനി 3 പീസാണ് ആക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ ഓരോ പീസും എത്രയായിരിക്കും? ഇപ്പൊ 2 ആക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. 3 ഈക്വൽ പാർട്സ് ആണ് ആക്കണത്. 3 ഈക്വൽ പാർട്സ് ആണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പാർട്ട് എന്ന് പറയുന്നത് 1/3 ആണ് അല്ലേ? 1/3 എന്നുള്ളത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? What is half of 1/3? ഈ 1/3ന്റെ തന്നെ ഹാഫ് എന്തായിരിക്കും വരിക? 1/3ന്റെ ഹാഫിനെ കാണണം. 1/3ന്റെ ഹാഫ് ഇപ്പൊ എന്താ വരിക? 1/3 ഇൻറ്റു ഹാഫ് എന്ന് ചെയ്താൽ മതി. 1/3ന്റെ എന്ത് വേണം നമുക്ക്? 1/3ന്റെ ഹാഫ് ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ 1/3 ഇൻറ്റു ഹാഫ്. എന്താണ് ആൻസർ വരിക? 1/6 എന്ന ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മോട് പറയാണ് 1/3ന്റെ 5 ഈക്വൽ പാർട്സ് ആക്കിയതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1/3 ഇൻറ്റു 1/5 എന്ന് ചെയ്യും. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൻസർ ചെയ്യും കേട്ടോ. 1/50 എന്നുള്ളത് വരും. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണ് പാർട്ട് ബൈ പാർട്ട് എന്നുള്ളത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പം അതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്ക് പഠിച്ചിട്ട് എഴുതണം കേട്ടോ. ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം നോട്ടിലോട്ട് എഴുതിയെടുക്കാൻ. നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ടിൽ ചെയ്യണേ. എല്ലാ ക്വസ്റ്റ്യനെയും നിങ്ങളായിട്ട് ചെയ്തിട്ട് ആൻസർ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണോ വന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് നോക്കണം. ഓരോന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കറക്റ്റ് നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.